പട്ടാമ്പി പരുതൂരിലെ കതിരിട്ട പാടശേഖരങ്ങൾക്കും കൊടിക്കുന്നിനും എംടിയെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. കുന്നത്തേക്കാവും മരവും മലയാളിക്ക് ഹൃദ്യമാക്കിയ എംടിയെ ഓർക്കുകയാണ് കൊടിക്കുന്ന് ഗ്രാമം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂവറുക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. 1968 എംടിയുടെ തൂലികയിൽ പിറന്ന അസുരവിത്ത് ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നു. എംടിയുടെ കഥകളിൽ നിറയുന്ന കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറവികൊണ്ട ഗാനം. എംടിക്കെന്നും പ്രിയപ്പെട്ട ഇടമാണ് കൂടല്ലൂരും കൊടിക്കുന്നും. കൊടിക്കുന്നിലെ പരദേവതയെ കാണാൻ എംടി ഇടയ്ക്കൊക്കെ ഇവിടെ എത്തും. പിറന്നാൾ ദിനങ്ങൾ എംടി ചിലവിടുന്നതും കൊടിക്കുന്നിൻ്റെ മണ്ണിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഓരോ വർഷവും ജന്മദിനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഭഗവതിയെ വണങ്ങി പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ അന്വേഷിച്ച് ഒരു ദിവസം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കോഴിക്കോട്ടേക്ക് വരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോവുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശപ്പെട്ട അവസ്ഥയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആധുനികതയുടെ മാറ്റങ്ങൾ വന്നപ്പോഴും കൊടിക്കുന്ന് സെൻറ്ററിൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്നത് ഒന്നേയുള്ളൂ: ഭഗവതി വിലാസം ടീ സ്റ്റാൾ. ഈ ചായക്കട ഇന്നും 70കളിൽ തന്നെയാണ്. എംടിയുടെ കഥകളിൽ ഭഗവതി വിലാസം ടീ സ്റ്റാൾ ഇങ്ങനെ തന്നെയാണ് അന്നും ഇന്നും. ബെഞ്ചും ഡെസ്കുമൊക്കെ ഉണ്ടെങ്കിലും തേക്കാത്ത തിണ്ടത്തിരുന്നുള്ള ചായ കുടിയാണ് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം. എംടിക്ക് ഇവിടെ സുഹൃത്തുക്കളേറെയുണ്ട്. ഇടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്ന അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേരെത്തും. പക്ഷേ ഇന്ന് കൊടിക്കുന്ന് മൗനത്തിലാണ്. പരദേവതയെ തൊഴാനും തിണ്ടത്തിരുന്ന് ചായ കുടിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഇനി എംടി ഇല്ലല്ലോ എന്ന വിങ്ങൽ. അത് കൊടിക്കുന്നിലെ ഗ്രാമീണരുടെ കണ്ണുകളിൽ പോലും പ്രകടമാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.